എന്തുവാടാകുമ്പോ ഈ രാവിലെ ഈ കാണിച്ചിട്ടേക്കുന്നേ? എടാ നിനക്ക് മക്കാടെ തിന്നില്ലടാ ഞാൻ നിനക്ക് കാണിച്ചിരിക്കുന്നുണ്ടോ ഗൈസ്? രാവിലെ മൃദുല ഒന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഹാളിലോട്ട് കയറിയതാ. ഇത് നോക്കിയേ, അതെന്തൊരു കുരുത്തക്കേടാ കാണിച്ചത്. ചിരിക്കണോ രാവിലെ? ചിരിക്കണോ? നമുക്ക് ഗൈസ് രാവിലെ ഒരു ചെറിയ യാത്രയുണ്ട്. അതിന് മുമ്പായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമുക്കിന്ന് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാട്ടോ. നമ്മൾ ബസുമതി റൈസ് അടുപ്പത്തിട്ടിട്ടുണ്ട്. മൃദുല കുറച്ച് അരിഞ്ഞൊക്കെ വെച്ച് പോയിട്ടുണ്ട്. ചടപടയുന്നു പെട്ടെന്നൊരു ഓട്ട ബിരിയാണി അല്ല ഓട്ട ഫ്രൈഡ് റൈസ്. ഇത് നമ്മള് ചിക്കൻ എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കണം കേട്ടല്ലോ. എടാ വാരടാ, മൃദുല അകത്ത് വോയിസ് ഓവർ ചെയ്യാട്ടോ. അവനവൻ ചെയ്യുന്നതിന് അവനവൻ വരണം. അതൊന്നും വേണ്ട, വാരടാ. എന്തേലും പറഞ്ഞ കരഞ്ഞോളൂ. പറക്ക് മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. പിടി ഹോൾഡ് ദിസ് ആൻഡ് പുട്ട് ദിസ് ഇൻസൈഡ് ദ ബോക്സ്. ഇൻസൈഡ് ദ പാത്രം. അതെന്തൊരു പരിപാടി? എന്തൊരു കാഴ്ച ഇങ്ങനെ മാറിടാ. ഇതിങ്ങനെ കാണ്ട അമ്പു. ഈ പ്രായത്തിനൊന്നും പറഞ്ഞാലും മനസ്സിലാവത്തില്ല ഈ ചെറുക്കന്മാർക്ക്. എടാ വാരിടാ, അതാണ് ഇങ്ങനെ വാരിടാ. കാണ്ട ഇങ്ങനെ വാരിയിട്. ഇങ്ങനെ നമുക്ക് വാരിയിടാം ഈ പറയുന്ന നേരം കൊണ്ട്. ഇനി വാരിയിടരുത്. ഇനി വാരിയിട്ടാ ഞാൻ എടുക്കൂല കേട്ടോ. അല്ലെ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. വായിക്കാച്ചൊന്നും എടുക്കുക. അത് അടച്ചു കൊടുത്തതാണ്, വീണ്ടും തുറന്നിട്ടുണ്ട്. ഇനി വാരിയിട്ട സത്യമായിട്ടും കിട്ടും എന്റെ കയ്യിന്ന്. വീണ്ടും തട്ടിട്ടടാ. രാവിലെ എന്തൊരു കുരുത്തക്കേടാടി. ഞാൻ അത് അടച്ചു എടുത്തു കൊടുത്തത്. ഇനി കൊടുക്കണ്ടേ? അവൻ അതൊക്കെ അവൻ തുറക്കും. നോക്ക് ഗൈസ്, പിള്ളേർക്ക് ഇതിനൊക്കെ അടി കൊടുക്കണ്ടേ ഗൈസ്? ഇതിനൊക്കെ അടി കൊടുക്കണ്ടേ? ഞാൻ മുറുക്കി കൊടുത്തത് അവന്. അവന് തുറക്കാൻ അറിയാതെ. ഇനി നീ മക്കാനെന്നുള്ളൊരു വാക്ക് ഈ വീട്ടിൽ മിണ്ടി പോരുത്. നിനക്ക് കിട്ടുന്നത് ഇത്തരത്തില്. കൂട്ടിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം പച്ചച്ചോറ് ഇല്ലേ? വേറെ ഒന്നും വേണ്ട, പച്ചച്ചോറ്. ഇത് നമ്മള് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചേ. കുറച്ച് ചോറ് അമ്പുവിന് കൊടുക്കാം. മൃദുല വോയിസ് ഓവർ ചെയ്യട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ കുക്കിംഗ് ഇവിടെ തീർത്ത് വെക്കാം. എന്നിട്ട് നീ വാ. നമ്മള് ചിക്കൻ ഫ്രൈഡ് റൈസിനുള്ള ചിക്കൻ നമ്മൾ എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞിടാം വേണമെങ്കിൽ. ചിക്കൻ ഫാറ്റ് ഒലിക്കും നോക്ക്. നമ്മൾ 2 സവാള, ഒരു 4 മുട്ട. നമ്മളതൊരു വെറൈറ്റി രീതിയിലാട്ടോ ഫ്രൈഡ് റൈസ് വെക്കാൻ വേണ്ടി പോണേ. എന്തുവാടാ കുഞ്ഞേ? കഴി അച്ഛൻ്റെ പൊണ്ണ് കഴി. ഇവിടെ വെച്ചിരുന്ന തറ ഇടുവോ എന്തോ മൊത്തം. നല്ല കൊച്ചല്ലേ, എങ്ങും ആക്കാതെ കഴിക്കണേ. അങ്ങനെ തന്നെ. ഗുഡ് ബോയ്. നമ്മളിങ്ങനെ ഗുഡ് ബോയ് എന്ന് പറയാൻ അറിയാം കേട്ടോ. നല്ലതിനാണ് ഗുഡ് ബോയ്. ചിലപ്പോൾ കയ്യൊക്കെ അടിക്കും നല്ല മൂടാണെങ്കിൽ. ഇത് കാണാൻ കുറച്ച് വിയർഡാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത്. നമുക്ക് അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സമയമില്ലാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫ്രൈഡ് റൈസ്. പാനിലോട്ട് റൈസ് ഇങ്ങോട്ട് തട്ടുക. നമ്മൾ ഇത്ര റൈസ് എടുത്തോളാം, നമുക്ക് ഒരു നേരത്തേക്ക് മതി. അപ്പോൾ നമ്മളിത് പാനിലോട്ട് തട്ടിയിട്ടുണ്ടേ. ഇനി ഒന്നുമില്ല, ഇനി സിമ്പിൾ പരിപാടിയാണ്. അമ്പോട്ടോടെ കഴിക്കുക കേട്ടോ. മുട്ട പൊട്ടിക്കുക, പച്ചയ്ക്ക് ഇങ്ങോട്ട് ഇടുക. കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? വീണ്ടും മുട്ട പൊട്ടിക്കുക, ഇങ്ങനെ അങ്ങോട്ട് ഇടുക. ഇത് നഗ്നായിട്ടോ എന്ത് പറയുന്നത്, നന്നായിട്ട് മിക്സ് ചെയ്യുക ഗൈസ്. ഇങ്ങനെ ഈ ഒരു ടെക്സ്ചറിൽ മിക്സ് ചെയ്തെടുക്കണം. അപ്പം ചോറ് മഞ്ഞയായി. ഇനി നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റേ. നേരെ നമ്മള് ചോറ് തിന്നോ? അതിനിടയ്ക്ക് ചോറ് തിന്നോ? കവളിലൊക്കെ ഇരിക്കുന്നല്ലോ. ശരി. ഇവിടെ എല്ലാം ഉണ്ടല്ലോ. നിന്റെ അടുത്ത് എങ്ങും ആക്കാതെ തിന്നാനല്ലേ പറഞ്ഞത്? മൃദുലക്കിനി വോയിസ് ഓവർ ചെയ്ത് കഴിയുമ്പോൾ തൂക്കാൻ ജോലിയായി. അപ്പോൾ നമുക്ക് ബാക്ക് ടു നമ്മുടെ ഫ്രൈഡ് റൈസ്. സോ നമ്മൾ ചോറെല്ലാം മാറ്റി ഇനി നമുക്ക് ഗ്യാസ് എത്തിക്കാം.
ഓയിൽ നമ്മൾ കുറച്ച് ഒഴിക്കണേ, ശകല ഓയില്. എങ്ക പാത്താലും നീയാടാ നീ പാത്രം എല്ലാം അവിടെ ഇവിടെ വാരി വലിച്ചിടും കേട്ടോ. ഒരു ആക്രി ഉറക്കി. ഇനി നമുക്ക് നേരെ പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തത് എല്ലാം ഒന്നിച്ചിട്ട് കൊടുക്കേ. കരിവേപ്പിലയുടെ ആവശ്യമില്ല, എന്നാലും അവള് കരിവേപ്പില ഇട്ട സ്ഥിതിക്ക് നമുക്ക് അത് ഇട്ട് കൊടുക്കാം. റെസ്റ്റോറന്റ് സ്റ്റൈൽ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ആക്കാൻ. ഞാൻ അതിനു വേണ്ടി ഈ പാത്രം തന്നെ വാങ്ങിച്ചത്. പക്ഷെ ഇതിന്റെ ഒരു കുറച്ച് വലുത് വാങ്ങണം. മറ്റേ കടായി പോലെ ഇരിക്കും, നമ്മുടെ ഫ്രൈഡ് റൈസ് ഒക്കെ റെസ്റ്റോറന്റിൽ ഉണ്ടാക്കുമല്ലോ, ഇങ്ങനെ അടിച്ച്, അത് അടിപൊളി സാധനം. അത് ഒരെണ്ണം വാങ്ങണം കേട്ടോ നമുക്ക്. സോ നമുക്ക് നേരെ സവാള, സത്യത്തിൽ ഈ ക്യാരറ്റ് ഒക്കെ ഇട്ട് നല്ല കേട്ടോ. ക്യാരറ്റ്, ബീൻസ്, ഫുള്ളി ലോഡഡ് വെജിറ്റബിൾസുമായിട്ട് വേണം ചെയ്യാൻ. പക്ഷെ നമുക്കിവിടെ എല്ലാം തീർന്നിരിക്കുക സാധനം. ആകപ്പാടെ സവാള മാത്രമേ ഉള്ളൂ. പിന്നെ തക്കാളി ഉണ്ട്, തക്കാളി ഇടേണ്ട ഒരു വേറൊരു ടേസ്റ്റ് ആയിപ്പോകും. ക്യാരറ്റ്, ബീൻസ് ഇതുണ്ടെങ്കിൽ മസ്റ്റ് ആട്ടോ, അടിപൊളി ആയിരിക്കും ഇട്ട് കഴിഞ്ഞാൽ. ഇത് കുറച്ച് ഉപ്പും കൂടി ഇടാം. ചോറെല്ലാം അളിച്ചു വാരി ഇട്ട്, പാത്രമെല്ലാം അവിടെ ഇവിടെ ഇട്ട്, മക്കാനെല്ലാം അവിടെ ഇവിടെ ഇട്ട്. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ ബാക്കി? ഉറക്കം വരണോ? ചേട്ടാ പൊണ്ണ് ഒരു ഉമ്മടാടാ. അങ്ങനല്ല, മുഖത്തിട്ടടിക്കാനല്ല. അയ്യോ നമ്മുടെ സവാള കരിയുന്നു. മഞ്ഞൾത്തൂൾ, കാശ്മീരി ചില്ലി, ഇത് നമ്മുടെ നോർമൽ മുളക് പൊടി, ഇത് നമ്മുടെ മസാലപ്പൊടി ഗൈസ്. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മിക്സ് വെൽ. ചൂട്, അയ്യോ ഈ പാത്രം ചൂടായത്. പിന്നെ കുറച്ച് സോയാ സോസും കൂടി ഒഴിക്കാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിന്റെ മെയിൻ ഗ്രേവി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് തട്ടി കൊടുക്കേ. ഓക്കെ, നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചായിരുന്നു കേട്ടോ, ശകലം അടുക്കി പിടിക്കും. സോ ഇനി സംഭവം ഒന്നുമില്ല. ഇനി നമ്മുടെ ഇതെല്ലാം കൂടി ഒന്ന് സെറ്റായി വന്നാൽ മതി. ഈ മുട്ടയും ഈ റൈസും കൂടി ഒന്ന് ഫ്രൈഡ് ആവണം, മനസ്സിലായില്ലേ? നമ്മുടെ പാനിൽ കിടന്ന് നല്ല ഫ്രൈഡ് ആവണം. മുട്ട ഇത്രയും വേണ്ടായിരുന്നു കേട്ടോ, 2 മുട്ട കാണാൻ മതിയായിരുന്നു. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ ഗൈസ്. എന്താ നിങ്ങൾ ആ ഒരു വിഷ്വൽ നിങ്ങൾ കണ്ടോ? എന്ത് മനോഹരമായിട്ടുള്ള വിഷ്വലാണിത്. ഇനി ഇത് തൂക്കണം അവിടെ. അമ്പു, കുരുത്തക്കേടില്ലാത്ത മോനെ. ഓ വെരി ഗുഡ്, സൂപ്പർ. റൈസും ചിക്കനും നമ്മൾ തട്ടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി ഇടണം. അപ്പോൾ ചിക്കൻ നല്ല ഫ്രൈ, അല്ല ചിക്കൻ അല്ല, റൈസും മുട്ടയും കൂടി നല്ല ഫ്രൈ ആയി വരും. കറക്റ്റ് നമ്മുടെ എല്ലാ റൈസിൻ്റെ ആ ഒരു ഇതിനകത്ത് നമ്മുടെ എഗ്ഗിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ റൈസിനകത്ത് മിക്സ് ചെയ്ത് തരുമ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം. എങ്ങനെയുണ്ട്? സെറ്റല്ലേ? നീ വന്നപ്പോഴത്തേക്കും ചോറെല്ലാം തട്ടിയോടെ ഇട്ടില്ലേ? ഞാൻ എന്തോ ചെയ്യാനാ? ചിക്കൻ നമ്മൾ അരിഞ്ഞിട്ടില്ല കേട്ടോ. എനിക്കിങ്ങനെ അരിഞ്ഞിടുന്ന ഇഷ്ടമല്ല, ഇങ്ങനെ പിച്ച് തിന്നുന്ന ഇഷ്ടം. അരിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ചിക്കൻ അരിഞ്ഞിട്ടാൽ കുറച്ചും കൂടി ഫ്ലേവർ പിടിക്കും ചിക്കന്. ചിക്കൻ ആൻഡ് റൈസ് പെട്ടെന്ന് ഉണ്ടാക്കി. ഇത് എങ്ങനെ ഉണ്ടാക്കിയത് നീ വീഡിയോ ഇടുമ്പോൾ കണ്ടാൽ മതി. വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയത് അല്ല, കാണിച്ചത് എങ്ങനെയാണ്. നമ്മളിപ്പോ എവിടാണ്? യോ കണ്ടോ ഗായ്സ്, നമ്മളെന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമുക്കിതൊരു ഓണം നാളെ, ഇന്നിനിപ്പോൾ വന്ന് ഓണം ഷൂട്ട് ചെയ്യണം. ഒരു ഓണത്തിന്റെ റിലേറ്റഡ് സാരി കൊടുത്ത് നമ്മൾ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് നമ്മൾ തന്നെ ഷൂട്ട് നടത്തുന്ന നമ്മൾ തന്നെ ഒരു ഷൂട്ട്. മേക്കപ്പ് നമ്മൾ, ക്യാമറ നമ്മൾ, ഡെക്കറേഷൻ നമ്മൾ, എല്ലാം നമ്മൾ. അതായത് നമ്മളെ അമ്പുവിന്റെ നൂലുകെട്ട്, നമ്മുടെ എൻഗേജ്മെന്റ് ഒക്കെ നടന്ന ആ ഒരു റിസോർട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പം അവിടുത്തെ പുതിയൊരു റിസോർട്ട് ഓപ്പൺ ആയി. അപ്പം നമ്മളതിൻ്റെ മുകളിൽ അവിടെ നിൽക്കുന്നത് നല്ല അടിപൊളി വ്യൂ ആണ്. ലുക്ക് അറ്റ് ദാറ്റ്. അപ്പം നമ്മൾ ഇന്നിവിടെ സ്റ്റേ ആയിരിക്കും. ഇന്ന് സ്റ്റേ ചെയ്ത് നാളെ നമുക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് സെറ്റായിട്ട് ഷൂട്ട് എടുക്കണം. നേരെ ഇനി വന്നിട്ട് വാണ്ടത്തുനിന്ന് കൊള്ളാമല്ലേ? ഇപ്പം വെള്ളമൊക്കെ കയറി ആണെങ്കിൽ പോലും വലിയ വെള്ളം ഇല്ലല്ലേ? ഇല്ലേ ഇവിടെ? പക്ഷേ എന്നാൽ പോലും അന്ന് വന്ന് അന്ന് അതേപോലെ കിടക്കുന്ന ആറ്. അതായിരിക്കണം.
ഇവിടെ ചൂണ്ടിട്ട മീനെ കിട്ടും കേട്ടോ. ചൂണ്ടെടുക്കാനുള്ളായിരുന്നു. ആണല്ലേ, തോന്നുന്നു. അടിപൊളി. അങ്ങനെ ട്രിവാൻഡ്രത്ത് നിന്ന് ഈ വണ്ടി വീണ്ടും തെമ്മല വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതെ, നമ്മള് പുതിയ റൂം വാങ്ങിച്ചിട്ടുണ്ട്. വരുന്നുണ്ടോ? നാളെ ഷൂട്ട് ആയതുകൊണ്ട് സൗകര്യം, ഡ്രസ്സ് മാറാനും എല്ലാത്തിനും. അതെ അതെ, അതിനകത്ത് എവിടെ ഓർണമെന്റ്സ് എല്ലാം. പിന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഒരുങ്ങി പിന്നെ അവിടെ പോയി ഫീഡ് ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടാ. അതാകുമ്പോൾ റൂം ഉള്ളതുകൊണ്ട് എല്ലാ സൗകര്യവും. ഇതെങ്ങനെ ഈ വണ്ടി ചെറിയൊരു ബാറ്ററി കംപ്ലൈന്റ് ഉണ്ട്. അല്ല, ബാറ്ററി കംപ്ലൈന്റ് ഒന്നും ഇല്ല, ചാർജർ കംപ്ലൈന്റ് ആയിരുന്നു. അങ്ങനെ അത് റെഡിയാക്കി. എടാ, ഇതിനകത്ത് ചവിട്ടണം. ഇത് നേക്ക് മനസ്സിലാ. ഇങ്ങനെ ചവിട്ടിയ ഫ്രണ്ടിലോട്ട് പോകും. റിമോട്ട് വീട്ടില്ല. ചവിട്ടത് ഞാൻ കേറിയിരിക്കാനാ. എടാ, ഇത് നമ്മള് സ്വിച്ച് അതിലാക്കിട്ട് ഇനി ഇതിനകത്തിരിക്കും കേട്ടോ, മറ്റേ വണ്ടിയിൽ ഇരുന്ന് കളിക്കുന്ന പോലെ. Hey guys, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ആൻഡ് പൂരി ചട്നി. നമുക്ക് പൂരി തന്നായിരുന്നു. പൂരി നമ്മള് കഴിക്കാത്തോണ്ട് ദോശ. ഇതെന്തോ കൊതുവാണോ കൂടെ? ഇതാട്ടോ നമ്മളെ റൂം. 6ന്റെ തീരത്തിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കല്ലടയാർ. ഇനി നമുക്കിത് കഴിഞ്ഞ് നമുക്കിനി ഡെക്കറേറ്റ് ചെയ്യണം. ഒരു ഓണം വൈബാക്കണം. ഇവിടെ ഒരു വീട് പോലെ, ഒരു ചെറിയ എന്താ പറയുക, ഒരു ചെറിയ ഹോം സ്റ്റേ പോലത്താണ് ഇവിടെ ഓരോ റൂമുകളും. അപ്പം കറക്റ്റ് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് സെൽഫായിട്ട് ഓണത്തിന്റെ ഷൂട്ടൊക്കെ എടുക്കാം. അമ്പൂട്ടന് ഇവിടെ കിടന്ന് ഓണം ഭയങ്കര ഇഷ്ടം കേട്ടോ. നീ അപ്പുറത്ത് ഭയങ്കര ഓട്ടോ. കൊച്ചേട്ടാ മുണ്ടൊക്കെ വടക്കി കുത്തി നിൽക്കുവാ അവിടെ. ഷൂട്ട് മഴയാണ് സുഹൃത്തുക്കളെ. ഞാൻ ഇവിടെ ഒരുങ്ങിയൊക്കെ ഇരിക്കുവാണ്. എന്റെ ഷർട്ട് ഇതാണ്. കൊച്ചേട്ടാ, എന്തൊരു നിപ്പായി നിക്കുന്നേ. ഇവിടെ എന്തോ നിപ്പായി നിക്കുന്നേ. മഴയാണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും അല്ലയ്യ? നമ്മൾ എങ്ങനെ ഷൂട്ട് ചെയ്യും? ഇന്നത്തെ പരിപാടി മുട്ട കുളമായി പോകത്തില്ലേ? നമ്മൾ വന്ന് റൂമൊക്കെ എടുത്തിട്ട്. ഹായ് മാഡം, ഒരുങ്ങിയാ? മരയാ തുപ്പല് നിറച്ച്. അപ്പുക്കുട്ടൻ നായരെ സുന്ദരൻ. മുണ്ടില്ലേ? മുണ്ട് കയ്യില. നമ്മളത് ഇവിടെ കൈ ഡെക്കറേറ്റ് ചെയ്തോണ്ടിരിക്കുക. ജിത്തു ഉണ്ട്. നമ്മള് സെലോട്ടപ്പൊക്കെ വാങ്ങിച്ച് ഇവിടെ. നമുക്ക് ഈ കയറ്റ മാറ്റിട്ട് ഇവിടെ അത്ത വിട്ടാലോ? കറക്റ്റ് ആയിരിക്കും. അത് വെച്ചിട്ട് ചുരുട്ടി വെച്ച് അത്ത വിടാം. ഞാൻ നോക്കി അത്തത്തിന്റെ മാച്ച് കിട്ടുമല്ലോ, പക്ഷെ അത് കിട്ടിയില്ല. കൊള്ളാലോ. മുടി മുട്ട അടിക്കണം നമുക്ക്. അതിന്റെ പെണ്ണ് കെട്ടാറാകുമ്പോ അവന് മുട്ട അടിക്കും. മൃദുലെ ഒറിജിനൽ അത്ത വരുന്നുണ്ടത് കേട്ടോ. ഇങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ ഇപ്പൊ ഷൂട്ടിന് വേണ്ടി നമ്മൾ തട്ടിക്കൂട്ടൽ പരിപാടി. തട്ടിക്കൂട്ടലല്ല, ആക്ച്വലി നല്ല രസമുണ്ട് കാണാൻ. അല്ല, നല്ല രസമുണ്ട്. അല്ലെങ്കിൽ തമിഴ്നാട് പോയി ഇന്നലെ രാവിലെ പോയി പൂവൊക്കെ എടുത്ത് അത്തൊക്കെ ഇട്ട്. നമ്മൾ ഇന്നേ വരെ ഇത്രയും മെനക്കെട്ട്
രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. ഒരു 5-6 വീഡിയോ എടുത്ത് കാണുവോ? അതെ, നമ്മളൊന്നാമത്തെ ഒരു ഈ ഇട്ടിരിക്കുന്ന ഒരു ഷർട്ടിന്റെ ബ്രാൻഡ് കൊളാബായിരുന്നു. ഈ ഷർട്ടും ബ്രാൻഡ് അത് മൃദുലയുടെ അല്ല, എന്റെ അമ്പൂട്ടന്റെ ആയിരുന്നു ഫോക്കസ്. അവനെ വേറെ ഒന്നുമല്ല, അവനെ മേക്കുന്ന കാര്യമായിരുന്നു പാടുന്നത്. അതുമല്ല മീനി ചേച്ചിയും പിള്ളേരൊക്കെ വന്നായിരുന്നു. പിന്നെ അവ ഒട്ടും അടങ്ങിയിരിക്കത്തില്ല, ഓട്ടവും ബഹളവും. അല്ലേലും ഓട്ടം വരുന്ന രാവിലെ തൊട്ട്. പിന്നെ വെയില്, മഴ, ഇവിടുത്തെ കാലാവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു മിനിറ്റ് പെയ്യുമ്പോൾ മഴ, പിന്നെ കൊട്ട വെയില്, പിന്നെ മഴ, കൊട്ട വെയില്. അത് വെയില് വരുമ്പോ മഴ പെയ്തതായിട്ടുള്ള ഒരു അടയാളമേ ഇല്ല. അങ്ങനെ രാവിലെ ഇന്ന് 10 മണിക്ക് തുടങ്ങിയ പരിപാടി ഇന്ന് 6 മണി കഴിഞ്ഞ് 6:30 എങ്ങാണ്ടായി. ബ്ലോഗ് പോയിട്ടിട്ടില്ല കൈസ്, ഇനി വേണം ഇടാം. അപ്ലോഡ് വെച്ചേക്കാം, ഷെഡ്യൂൾ എന്നെ ഒന്ന് കാണീര്. നമ്മൾ ഇതിനിടയ്ക്ക് എത്ര സാരി മാറി? ഞാൻ ഒരു സാരി ഉള്ളൂ, 4 ബ്ലൗസ്. അതുകൊണ്ടാണ് ഞാൻ ഈ സാരി വീണ്ടും എടുത്തുവിട്ടെ. ഈ സാരിയിലാകുമ്പോ വേറെ വേറെ ബ്ലൗസ് ആക്കാലോ. 4 ബ്ലൗസ് മാറി. ഈ കുറച്ച് പൂവിലാണ് നമ്മുടെ ഡെക്കറേഷൻ പരിപാടി. അവിടെ അത്തപ്പൂക്കൾ 2ാമത് വിട്ടായിരുന്നു. അതല്ലേ, അയ്യോ എന്റെ പൊന്നു. ഇതിനിടയ്ക്ക് അമ്പൂട്ടനെയും എല്ലാരെയും കൊണ്ട് വീട്ടിലാക്കിയിട്ട് നമ്മൾ വന്നു. അപ്പൊ ഉണ്ടെങ്കിൽ ഒരു പരിപാടി നടക്കത്തില്ലായിരുന്നു. അതിന്റെ ഇടയ്ക്ക് നമ്മള് ചെക്കൗട്ട് ചെയ്തു വിടുന്നു. അതെ, ചെക്കൗട്ട് ചെയ്ത് റൂമിൽ നമ്മൾ പുറത്താക്കി. അല്ല, അവിടെ ഗസ്റ്റ് വന്നത്, നമ്മളെ ടൈം കഴിഞ്ഞായിരുന്നു. പിന്നെ നമ്മള് ഷൂട്ട് ചെയ്യുന്ന എത്ര ടൈം വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം. അങ്ങനെ പിന്നെ ഇറങ്ങി ഇനി എന്തായാലും പാക്കപ്പ് എല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട്. അതെ, ഇനി ഇതെല്ലാം എഡിറ്റ് ചെയ്യണം. കൊറേ പരിപാടി ഉണ്ട്. ഏട്ടനെ എഡിറ്റ് ചെയ്യുമ്പോ ഭ്രാന്ത് പിടിക്കും കേട്ടോ. അയ്യോ, എന്റെ മെമ്മറി ഒന്ന് ഫുൾ ആയി. ഭ്രാന്ത് പിടിക്കുമെന്ന്. ഏതൊക്കെ ക്ലിപ്പ് എവിടൊക്കെയാ? രാവിലെ നിക്കാൻ തുടങ്ങിയതല്ലേ, എന്തൊരു കാലഴപ്പില്ലേ. ഡാൻസ്, ഇടയ്ക്കിടയ്ക്ക് ഡാൻസ് ആയിരുന്നു മെയിൻ. അപ്പൊ ഇനി നമുക്ക് വീഡിയോ ഇടാം. നേരെ വീട്ടിലോട്ട് പോവാം. ഓക്കെ, പാക്കപ്പ്.